ശ്രീ മോഹൻലാൽ, ഞാനിപ്പോൾ ഒരു ദൃശ്യം ഞങ്ങൾ കാണിക്കായിരുന്നു, നാടോടിക്കാറ്റിലെ അരങ്ങും. അങ്ങ് ആ. പോക്കറ്റിൽ ദാസന്റെ വിജയന്റെ പോക്കറ്റിലേക്ക് പൈസ ഇട്ട് കൊടുക്കുമ്പോൾ താങ്ക്സ് ഒന്നും പറയുന്നില്ല. ഒരു നോട്ടം, ഒരു ചിരിയും കൊണ്ട് തിരിഞ്ഞു പോവാണ്. എനിക്കൊന്നും ആ സിനിമയിലെ അതെ. ഏറ്റവും ടച്ചിങ് സീനുകളാണ്. ഒരു അതിഭാവുകത്വം ഉണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പോഴും ആ കോൺട്രാക്ടറുണ്ട്, ഇപ്പോഴും സേതുവേട്ടനുണ്ട് നമ്മുടെയൊക്കെ ചുറ്റിലും, വീട്ടിനകത്തും പുറത്തും ഒക്കെ. അതെ. എന്താ പറയാ, എനിക്കതിനെ കുറിച്ചൊന്നും പറയാനിപ്പോ പറ്റുന്നില്ല. എന്തായാലും ഒരു 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 വലിയ ഒരു എന്താണ്, സിനിമയിലൂടെ സഞ്ചരിക്കുകയും ഒരുപാട് പ്രത്യേകതകളുള്ള ആളായിരുന്നല്ലോ ശ്രീനി. അപ്പൊ ആ പ്രത്യേകതകൾ മനസ്സിലാക്കുന്നവർക്കാണ് ശ്രീനിയെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അങ്ങനെ ഒരു ഫാൽക്കെ പുരസ്കാരം ഇണങ്ങിയും കിട്ടിയതിന് പിണങ്ങിയും ഒക്കെ സഞ്ചരിക്കും. ഫാൽക്കെ എന്തോ? പുരസ്കാരം കിട്ടിയതിന് ശേഷവും അദ്ദേഹമായിട്ട് കണ്ടിരുന്നു. എനിക്കൊന്നു ദൃശ്യത്തിന്റെ ഇല്ല, ഷൂട്ടിംഗ് സൈറ്റ് കാണാൻ കഴിഞ്ഞില്ല. പറ്റിയില്ല. അദ്ദേഹത്തിന് അപ്പോഴത്തേക്ക് കുറച്ച് സുഖമില്ല. അതൊന്ന് വീണു, കാലൊക്കെ ഫ്രാക്ചർ ആയി. അപ്പം ഓ. ഹോസ്പിറ്റലൊക്കെ ആയിപ്പോയി. പക്ഷെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുമായിരുന്നു. ഉം. എന്തായാലും അദ്ദേഹത്തിന്റെ കുടുംബവും മകനുമായിട്ടൊക്കെ എപ്പോഴും ഞങ്ങൾ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ അവിടെ പോയി കാണാനുള്ളൊരു കാര്യം പറ്റിയില്ല, ഹോസ്പിറ്റലും പറ്റിയില്ല. എന്തായാലും വലിയ ഒരു സങ്കടത്തിൽ തന്നെയാണ് എല്ലാവരും, ശ്രീനി അറിയാവുന്നവരും അറിയാത്തവരും ആയിട്ടുള്ള എല്ലാവരും. ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരുപാട് സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ശ്രീനിവാസനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ഈ മല്ലിക ചേച്ചി പറയായിരുന്നു, അപ്പോൾ ജീവിതത്തിൽ അഭിനയിക്കാത്ത ഒരു അപൂർവം ചില മനുഷ്യരിൽ ഒരാളായിരുന്നു എന്നായിരുന്നു പറഞ്ഞത്. അതാ പറഞ്ഞ, ഒരുപാട് പ്രത്യേകതകളുള്ള ആളായിരുന്നു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും വളരെയധികം സങ്കടം. ഞാൻ ശ്രീനിവാസന്റെ ഇനി ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.